സിഹർ ബാധിക്കുന്ന ആ ഒരു സമയത്തിന് ചെറിയ പ്രാധാന്യമുണ്ട്. അതായത് ഏത് സമയമാണോ സിഹർ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ശൈത്താനിയായ ഷർറ് ബുദ്ധിമുട്ട് ഒരു ശരീരത്തിൽ മാനസികമായും ശാരീരികമായും ബാധിക്കുന്നത്, ആ ഒരു സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിനെ നിർണ്ണയിക്കാൻ സാധിക്കും. ഒരാളുടെ ഒരു പ്രശ്നം ഒരാൾ അവതരിപ്പിച്ചു. ഒരു കുട്ടി, ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. നല്ല പോലെ എല്ലാ ദിവസവും ആ കുട്ടി സംസാരിക്കും, നല്ല പോലെ ഓടിച്ചാടി കളിച്ചു നടക്കും, നല്ല സന്തോഷവതിയായിട്ട് ഊർജ്ജസ്വലതയോടുകൂടെ നടക്കുന്ന ഒരു കുട്ടിയാണ്, പെൺകുട്ടി. ആ കുട്ടി പെട്ടെന്ന് വച്ച് വൈകുന്നേര സമയം, ഏകദേശം മഗ്‌രിബിൻ്റെ അടുത്ത സമയം ആകുമ്പോൾ വളരെ മൗനിയായിട്ടും മൂകതയായിട്ടും കാണപ്പെടും. പിന്നെ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങുന്നത് വരെ സംസാരമില്ല, മിണ്ടാട്ടമില്ല. ശാരീരികമായ മാനസികമായ എന്തോ ഒരു പ്രയാസം അനുഭവിക്കുന്നത് പോലെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുക. അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ തുടർന്നപ്പോഴാണ് മാതാപിതാക്കൾക്ക് എന്തോ ഇതിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നിയത്. അങ്ങനെയാണ് അവർ ബന്ധപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച്, കാര്യങ്ങളൊക്കെ നല്ലതുപോലെ വിശദമായി അന്വേഷിച്ച് വന്നപ്പോൾ ആ സന്ധ്യസമയം ഒരു ദിവസം വീട്ടിൽ മാതാപിതാക്കളും ആരും ഇല്ലാതിരുന്ന സമയം ഈ കുട്ടിയെ കുട്ടിയുടെ വീട്ടിലുള്ള പ്രായമായവരെ ഏൽപ്പിച്ച് പുറത്തെങ്ങോ പോയതാണ്. ആ സമയത്ത് ഈ കുട്ടി കളിച്ചുകൊണ്ടിരുന്നത് സന്ധ്യസമയത്ത് പുറത്തായിരുന്നു. ആ പുറത്ത് കളിച്ചുകൊണ്ട് ഇരുന്ന് നേരെ അകത്തേക്ക് കയറിയിട്ട് എന്തോ കണ്ട് പേടിച്ചതുപോലെ ആ കുട്ടിയുടെ ആ വീട്ടിലുള്ള വയസ്സായ ഉമ്മാമ്മയോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രായമുള്ള ആളുകളാണ്, നിസ്കാരവും ഓതലുമൊക്കെ ഉള്ളവരാണ്. അവർ ഒന്ന് ഊതി കൊടുത്തു. അങ്ങനെ അന്ന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേന്ന് 1-2 ദിവസം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ആ ഒരു സമയമാകുമ്പോൾ കുട്ടിക്ക് ആ ഒരു മൂകതയും ആ ഒരു മ്ലാനതയും അനുഭവപ്പെടുന്നത്. ഇത് അന്ന് മനസ്സിലാക്കിയിട്ട് തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇത്ര ദിവസം, അതായത് ഒരു ശൈത്താനിൻ്റെ ഷർറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സന്ധ്യ സമയമാവുമ്പോൾ നിങ്ങൾ കുട്ടികളെ പുറത്തിറക്കരുത്. ആ സമയത്ത് ഒരു പ്രത്യേകതരം പിശാച്, കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള ഒരു പിശാചിൻ്റെ നടമാട്ടം അധികമാകുന്ന സമയമാണ് സന്ധ്യസമയം. അതുകൊണ്ട് ആ സമയം കുട്ടികളെ നിങ്ങൾ പുറത്തിറക്കരുത്, അതിൻ്റെ ബാധിപ്പ് ഷർറുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഓതുമ്പോൾ അത് മാറിയാലും താൽക്കാലികമായി മാറി നിന്നാലും പിന്നെ പൂർണ്ണമായിട്ടും അത് മാറില്ല. അത് പിന്നെ വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ, ഒരു 11 ദിവസം തുടർച്ചയായിട്ട് 11 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതി വെള്ളത്തിലൂതി ആ വെള്ളം കുടിപ്പിക്കുകയും ആ കുട്ടിയുടെ ശരീരത്തിൽ ഊതി കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ മാത്രമേ അത് മാറുകയുള്ളൂ. അത് ഓതുന്നവരുടെ ഫലപ്രാപ്തി പോലെ ഇരിക്കും അതിൽ ഫലം കാണുക. അങ്ങനെയല്ലാതെ 1-2 ദിവസം കഴിഞ്ഞ് വീണ്ടും മാറിയതായിട്ട് അനുഭവപ്പെട്ടാൽ പിന്നെ വീണ്ടും പഴയതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഷർറ് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ പുറത്തോട്ടൊക്കെ ആ സന്ധ്യസമയത്തും അവിടെയൊക്കെ യാത്രയൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അതുപോലെ കണ്ണേർ ബാധിച്ചാലും ഇതുപോലെ തന്നെയാണ്. എന്തിൽ നിന്നാണോ കണ്ണേർ ബാധിക്കുന്നത് ആ ഒരു വസ്തുവുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ,
ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായി കഴിക്കുന്നുണ്ട് ഇദ്ദേഹം എന്ന് ഒരു കണ്ണുള്ള ഒരാൾ കണ്ണേറോടുകൂടെ ഹസദോടുകൂടെയോ കണ്ണേറോടുകൂടെയോ നോക്കിയാൽ പ്രസ്തുത ഭക്ഷണം ആ ഭക്ഷണവും അയാളുടെ ശാരീരികവുമായിട്ടൊരു ബന്ധമുണ്ടാവും. ആ ഭക്ഷണം പിന്നീട് കഴിക്കാൻ തുടങ്ങുമ്പോൾ അത് വീണ്ടും ശക്തി പ്രാപിക്കുകയും അത് വീണ്ടും ആ കുട്ടിയിലേക്ക് ഈസാലാവാൻ ചേർന്നു വരാൻ സാധ്യതയും ഏറെയാണ്. കുട്ടിയല്ല, വലിയ ആളായാലും അങ്ങനെ തന്നെയാണ്. കൂടുതലും കുട്ടികളെയാണ് ബാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു വസ്തുവുമായും ഏതൊരു സമയവുമായും ഈ ഒരു ഷർറിനൊക്കെ ബന്ധമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അനുഭവസ്ഥരുടെ അനുഭവങ്ങളിൽ നിന്നും അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. ചില കാര്യങ്ങളിൽ മാത്രം ചിലരുടെ മാനസികമായ ധൈര്യവും ശാരീരികമായ ആ ഒരു ആരോഗ്യബലവും ഒക്കെ കണക്കാക്കിയിട്ട് ഈ ബാധിക്കുന്ന ഷർറുകൾ അധികം നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു മാറിപ്പോകുന്നതായിട്ട് കാണാം. അധികം പേരിലും ഇത് തങ്ങി നിൽക്കാനാണ് സാധ്യത, അതിൻ്റേതായ പ്രതിവിധി ചെയ്തില്ല എങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള സാധാരണ കോമൺ ആയിട്ട് എല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ കൃത്യമായ 11 ദിവസം കണക്കാക്കിയിട്ട് അതിൻ്റേതായ ആയത്തുകളും മന്ത്രങ്ങളും ഒക്കെ ഓതിയ മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നതാണ് അതിൽ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത്.